എന്റെ മനസ്സിവിടെ പ്രാർത്ഥനയോടുകൂടി കാണുന്ന ഒരു കാര്യം, നാഥ, ഈ കൊണ്ടോട്ടിയുടെ തിരക്ക് പിടിച്ച ഇതിന്റെ ഹൃദയഭാഗത്ത് പ്രസംഗം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു തിന്മ ഇല്ലാതാകണം. അവരുടെ വിശ്വാസത്തിൽ വല്ല വൈകല്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രഭാഷണത്തോടുകൂടി തിരുത്തപ്പെടണം, വാശിയില്ലാതെ. കർമ്മങ്ങളിലോ ആചാരങ്ങളിലോ ജീവിതക്രമങ്ങളിലോ സംഭവിച്ചു പോകുന്ന അപാകതകളെ തിരുത്തുക, ചൂണ്ടിക്കാണിക്കുക, സ്നേഹബുദ്ധിയോടുകൂടി അവരോട് ആവശ്യപ്പെടുക. ഇക്കാക്ക, ഇത്താത്ത, അമ്മായി, ഉസ്താദേ, ദാ ഇങ്ങനെ ഈ വിശ്വാസത്തിൽ ഇന്ന തകരാറുണ്ട്, ഇത് നിങ്ങൾ കൈക്കൊണ്ടാൽ വരാനിരിക്കുന്നത് അപകടമാണ് എന്ന് വിളിച്ചു പറയുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. ഇത്തരമൊരു ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് ഫലങ്ങളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള രണ്ട് ഫലങ്ങളാണ്. ബനു ഇസ്രായേലുകൾ മീൻ പിടിച്ചു. അല്ലാഹു ഹറാമാക്കിയ ഒരു കർമ്മം അവർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായി ഒരു വിഭാഗം ആളുകൾ അവരുടെ തിന്മയെ എതിർത്തു. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അപകടമാണ്, അല്ലാഹു ഹറാമാക്കിയതാണ്, ഈ പണി നിങ്ങൾ ചെയ്യരുത് എന്ന് വളരെ നല്ല രൂപത്തിൽ. ആ വിഭാഗത്തിന്റെ പ്രത്യേകത അവർ ആ തെറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ തെറ്റ് ചെയ്യുന്ന ആളുകളെ സ്നേഹിക്കുന്നു, സ്നേഹത്തോടുകൂടി അവരെ ആ തെറ്റിൽ നിന്ന് തിരുത്തുന്നു. ആ നാട്ടിൽ തന്നെ മൂന്നാമതൊരു വിഭാഗം ആളുകൾ, അവർ തെറ്റ് ചെയ്യുന്നില്ല, എന്നാൽ തെറ്റ് ചെയ്യുന്നവരെ അവരെതിർക്കുന്നുമില്ല. അവരെതിർക്കുന്നത് തെറ്റിനെ എതിർക്കുന്നവരെയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 7-ാം അധ്യായം സൂറത്ത് ആറാഫ് 163 മുതൽ 166 വരെയുള്ള സൂക്തത്തിൽ പറയുന്നതായി. ഔ മുഅദ്ദിബഹും അദാബൻ ശദീദാ, അല്ലാഹു കഠിനമായി ശിക്ഷിക്കാൻ തീരുമാനിച്ച ഈ വിഭാഗത്തെ എന്തിനാ നിങ്ങൾ ഉപദേശിക്കുന്നത്? അവരെ അവരുടെ പാട്ടിന് വിട്ടുകൂടെ എന്നാണ് ആ വിഭാഗം ആളുകളുടെ ചോദ്യം. അതിന് വിശ്വാസികളായ ആളുകൾ നൽകിയ മറുപടി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഖാലൂ മഅദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലകും യത്തഖൂൻ, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് ഉതിർ പറയാനാണ്. പടച്ചോനോട് ഞങ്ങൾക്ക് പറയണം, നാഥാ, ഞങ്ങൾ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നു, സ്നേഹത്തോടെ ഞങ്ങൾ അതിനെ എതിർത്തിരുന്നു. വലഅല്ലകും യത്തഖൂൻ, പിന്നെയോ ആ ആളുകൾ ചിലപ്പോ സൂക്ഷ്മത പ്രാപിച്ചേക്കാമല്ലോ, പാലിച്ചേക്കാമല്ലോ, മാറിയേക്കാമല്ലോ, അവർക്ക് പരിവർത്തനം ഉണ്ടായേക്കാമല്ലോ. അപ്പൊ ഈ രണ്ട് ഉദ്ദേശങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ നന്നായേക്കാം. അതിനേക്കാളൊക്കെ അടിസ്ഥാനം ആദ്യം പറഞ്ഞാണ് നമുക്ക് അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാൻ. കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു ക്രിസ്ത്യാനിയായ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചു. അയാള് നമ്മുടെ കോഴിക്കോടൊക്കെ ഉണ്ട്. എല്ലാരോടും ദഅവത്ത് പറയും, റോട്ടിലും വാഹനത്തിലും മാർക്കറ്റിലും ഒക്കെ. എന്നിട്ട് അയാള് ജനങ്ങളോട് പറയും, ഇത് നിങ്ങളെ മുസ്ലിം ആക്കാനല്ല, എനിക്ക് മുസ്ലിം ആകാനാ, എനിക്ക് സ്വയം മുസ്ലിം ആകാനാണ്. കാരണം ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാന ബാധ്യത ദഅവത്താണ്. അപ്പൊ എനിക്ക് മുസ്ലിം ആകാനാണ് ഞങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചൂടാണ്ട, നിങ്ങൾ കേട്ടാ മതി എന്ന് പറയാറുണ്ട് അത്രയത്തെയോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പടച്ചോ നമ്മളോട് ചോദിക്കരുത്. കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് വിശിഷ്ട മുജാഹിദുകളോട് പടച്ചോൻ ചോദിക്കരുത്, നിങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അനുയായികളായിട്ട് ഒരു സമൂഹം അതിനെതിരായി ജീവിച്ചു കണ്ടിട്ട് എന്തേ നിങ്ങൾ പറയാത്തത് എന്ന് അല്ലാഹു ഞങ്ങളോട് ചോദിക്കരുത്.